ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ആശ ബിനീഷ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവരും ചോദിച്ചു തുടങ്ങി ഇങ്ങനൊരു ടോപ്പിക് എടുത്തു തരുമോ എന്നുള്ളത്. അത് ക്വസ്റ്റ്യൻസിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും എളുപ്പം. ടോപ്പിക്ക് വേറെ ഒന്നുമല്ല, ഇലക്ഷൻ, കേന്ദ്രമന്ത്രിസഭ. ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ക്വസ്റ്റ്യൻസിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻസ് ആയിട്ട് വന്നോട്ടെ. നമുക്ക് തുടങ്ങാം അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നോക്കിക്കോ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് നോട്ടയ്ക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച മണ്ഡലം ഏതാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് വോട്ട് കിട്ടി അല്ലേ? അപ്പൊ നോട്ടയ്ക്ക് ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടിയ മണ്ഡലം നിങ്ങൾക്ക് വേഗം തന്നെ കമൻസിൽ തന്നെ രേഖപ്പെടുത്തുക. ആലത്തൂരാണോ, മാവേലിക്കരയാണോ, തൃശ്ശൂരാണോ, വടകരയാണോ? വേറെ എവിടെയുമല്ല. ആലത്തൂർ കാക്ക ഒരു PSCയിൽ നമ്മൾ നേരത്തെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ആലത്തൂർ കാക്ക എന്നുള്ളത് എന്താണ്? ആശിച്ച് കാലം കഴിക്കുന്നതിനെയാണ് ആലത്തൂർ കാക്ക എന്ന പ്രയോഗം കൊണ്ടുവരുന്നത്. പാലക്കാട് ജില്ലയിലുള്ള സ്ഥലമാണ്. ആലത്തൂരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത്. ദെൻ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തി ശരിയായ പ്രസ്താവന കണ്ടെത്തുക. തുടർച്ചയായി 3-ാം തവണയും പ്രധാനമന്ത്രിയാകുന്ന ആദ്യത്തെ വ്യക്തിയാണ് നരേന്ദ്രമോദി. 3-ാം തവണ പ്രധാനമന്ത്രിയാകുന്ന ആദ്യത്തെ വ്യക്തിയാണ് നരേന്ദ്രമോദി. 2024 ലോക്സഭയിലെ ആകെ മന്ത്രിമാരുടെ എണ്ണം 62 ആണ്. 62ആണോ? ഇപ്പോഴത്തെ മന്ത്രിമാരുടെ എണ്ണം 62 ആണോ? 2024 ഇലക്ഷനിൽ കേരളത്തിൽ നിന്ന് വിജയിച്ച ഏക LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ പ്രതിനിധീകരിച്ച മണ്ഡലം മാവേലിക്കരയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് നോട്ടയ്ക്ക് ഏറ്റവും കുറച്ച് വോട്ട് ലഭിച്ച മണ്ഡലം വടകരയാണ്. വടകര. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? ശരിയായ പ്രസ്താവന കണ്ടെത്തുക. തുടർച്ചയായി 3-ാം തവണ പ്രധാനമന്ത്രിയാകുന്ന ആദ്യത്തെ വ്യക്തി നരേന്ദ്രമോദി ആണ് എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. മന്ത്രിമാരുടെ എണ്ണം 62 ആണോ? എല്ലാ പ്രസ്താവനകളും ശരിയാണോ? 1ഉം 4ഉം ശരിയാണ്. എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഓപ്ഷനായിട്ട് വരുന്നത്. ഇതിനകത്ത് ശരിക്കും നമുക്കറിയാം, രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് മത്സരിച്ച് ജയിച്ചത് ആലത്തൂരിൽ നിന്നാണ്. എവിടെ നിന്നാണ്? ആലത്തൂരിൽ നിന്നാണ്. അപ്പം മാവേലിക്കരയല്ല മണ്ഡലം. ഇവിടെ എന്താണ് മണ്ഡലം വരുന്നത്? ആലത്തൂരാണ്. ആലത്തൂർ. മനസ്സിലായോ? ആലത്തൂരാണ്. ഓക്കെ, നോട്ട കിട്ടിയത്. ഇനിയും നെഹ്റു ആണ് ഈ പൊസിഷനിൽ എത്തുന്നത്. നെഹ്റു, തെറ്റിക്കരുത്. നെഹ്റു. ഓക്കെ. ലോക്സഭാ മന്ത്രിമാരുടെ എണ്ണം 72 ആണ്. 72 ആണ്. ഓക്കെ. ഇനിയും നോട്ടയ്ക്ക് ഏറ്റവും കുറവ് വോട്ട് ലഭിച്ച മണ്ഡലം വടകരയാണ്. ഇത് കറക്റ്റാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ വോട്ട് ആലത്തൂര്, ഏറ്റവും കുറവ് വടകര. കറക്റ്റായിട്ട് തന്നെ പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട വനിതാ ശിശു വികസന ന്യൂനപക്ഷ കാര്യമന്ത്രി ആര്? വളരെ കോൺട്രവേഴ്സി ആയ ഒരു ന്യൂസ് ആയിരുന്നു. കാരണം അമേഠിയിൽ നിന്നും മത്സരിച്ച് പരാജയപ്പെട്ടത് സ്മൃതി ഇറാനിയാണോ, നിർമ്മല സീതാരാമാണോ? ആരാണ് മന്ത്രി എന്ന് പറയുന്നത്? സ്മൃതി ഇറാനിയാണ് അല്ലെ? അപ്പം സ്മൃതി ഇറാനിയാണ് പരാജയപ്പെട്ട മന്ത്രി എന്ന് പറയുന്നത് അല്ലെ? ദെൻ അടുത്ത ആരാണ്? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ MP ആരെന്ന്? ഏറ്റവും പ്രായം കുറഞ്ഞ MP എന്ന് പറയുമ്പോൾ ഒരേ വർഷമുള്ള 2-3 പേരുണ്ടായിരുന്നു. പക്ഷെ മാസത്തിന്റെ സമയത്തിൽ ആരാണ്? ശാംഭവി ചൗധരി. ബീഹാറിൽ നിന്നുള്ളതാണ് ശാംഭവി ചൗധരിയാണ് MP ആയിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ MP ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി നോക്കൂ, താഴെ തന്നിരിക്കുന്നവയിൽ തുടർച്ചയായി 3 തവണ അധികാരത്തിലെത്തിയ ലോക നേതാക്കളെ തിരഞ്ഞെടുക്കുക. ഞാൻ ആ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഒരേ രീതി പാറ്റേണിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഫോം ചെയ്തതാണ് ഇവിടെ. താഴെ തന്നിരിക്കുന്നവയിൽ തുടർച്ചയായി 3 തവണ അധികാരത്തിലെത്തിയ ലോക നേതാക്കളെ തിരഞ്ഞെടുക്കുക. ഇവിടെ ആരൊക്കെയാണ് ഉള്ളത് നോക്കൂ. ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് 1, 2, 3, 4, 5 എന്നാണ് ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. എല്ലാവരും ഉണ്ട്.
അപ്പോൾ ആരൊക്കെയാണ് ആൾക്കാർ? ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ഉണ്ട്, ഏഞ്ചലിന മെർക്കൽ ഉണ്ട്, ലീ ക്വൻ യു ഉണ്ട്, ജവഹർലാൽ നെഹ്റു ഉണ്ട്, നരേന്ദ്രമോദി ഉണ്ട്. ഇവരെല്ലാം 3 പ്രാവശ്യം അധികാരത്തിലെത്തിയ വ്യക്തികളാണ്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ തവണയായിട്ട് അധികാരത്തിലെത്തിയതാണ് ഈ പറയുന്ന വ്യക്തികളെല്ലാം. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പം നരേന്ദ്രമോദി 3ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ മേ ബി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഫോം ചെയ്ത് ചോദിക്കാം. ഓക്കെ, ലോക നേതാക്കളെ കൂട്ടി തന്നെയാണ് നമ്മളവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തെറ്റായ പ്രസ്താവനകൾ അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആരംഭിച്ചത് 2024 ഏപ്രിൽ 19-നാണ്. 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 2024 ഏപ്രിൽ 19 മുതൽ ജൂൺ 1 വരെ 5 ഘട്ടങ്ങളിലായിട്ടാണ് നടന്നത്. ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളുള്ള 2ാമത്തെ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? 18ാം ലോക്സഭ, അത് പഠിച്ചു വെച്ചേ. എത്രാമത്തെ ലോക്സഭയാണ്? 18ാം ലോക്സഭ. തിരഞ്ഞെടുപ്പ് ആരംഭിച്ചത് എന്താണ്? ഇതിനകത്ത് ചോദ്യം നമ്മളോട് ചോദിച്ചത് തെറ്റായ പ്രസ്താവനയാണ് അല്ലേ? അപ്പൊ നോക്കൂ, തെരഞ്ഞെടുപ്പ് ആരംഭിച്ചത് 2024 ഏപ്രിൽ 19-നാണ്. അത് ശരിയാണ്. 2024 ഏപ്രിൽ 19-നാണ് തിരഞ്ഞെടുപ്പ് ആരംഭിച്ചത്. ഇനി എന്താണ്? 2024 ഏപ്രിൽ 19 മുതൽ എന്നുവരെയായിരുന്നു? ജൂൺ 1 വരെ 5 ഘട്ടങ്ങളാണോ? അല്ല, 7 ഘട്ടങ്ങളിലായിട്ടാണ് നടന്നത്. എത്ര ഘട്ടങ്ങളായിട്ടാണ്? 2024 ഏപ്രിൽ 19 മുതൽ ജൂൺ 1 വരെ 7 ഘട്ടങ്ങളിലായിട്ടാണ് നടന്നത്. ഇനിയും ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളുള്ള 1ാമത്തെ ഫസ്റ്റ് സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതലുള്ളത് ഉത്തർപ്രദേശിലാണ്. സോ അവിടെ ക്ലിയറായി. നമുക്ക് ഫാക്റ്റ് പഠിച്ചു തന്നെ പോകാം അല്ലേ? ഇനിയും അടുത്ത് നോക്കിക്കേ. 18ാം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആകെ വനിതാ പ്രതിനിധികളുടെ എണ്ണം. എത്ര വനിതാ പ്രതിനിധികളാണ് ഉള്ളത്? ലോക്സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ പ്രതിനിധികൾ എന്ന് പറയുന്നത് 74 പേരാണ്. വനിതാ പ്രതിനിധികൾ വനിതാ മന്ത്രിമാർ വരുമ്പം അതെത്രയാണ്? വനിതാ മന്ത്രിമാര് 7 ആ സംഖ്യ. 7 വനിതാ മന്ത്രിമാര്. ഓക്കെ, ഇനി നെക്സ്റ്റ് 3ാം മോദി മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. 3ാം മോദി മന്ത്രിസഭയിലെ ആകെ ക്യാബിനറ്റ് മന്ത്രിമാരുടെ എണ്ണം 36, വനിതാ ക്യാബിനറ്റ് മന്ത്രിമാരുടെ എണ്ണം 5. 18ാം ലോക്സഭയിലേക്കുള്ള മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയിൽ 71ാമനായി സത്യപ്രതിജ്ഞ ചെയ്ത മലയാളി സുരേഷ് ഗോപി. 3ാം മന്ത്രിസഭയിലെ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരുടെ എണ്ണം 5. ഇവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ആൻസറിലേക്ക് ആദ്യം പോയി നോക്കാം. 4 മാത്രമാണ് അവിടെ ശരിയായിട്ട് വന്നേക്കുന്നത്. അതായത് 3ാം മന്ത്രിസഭയിലെ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരുടെ എണ്ണം എന്ന് പറയുന്നത് 5. സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരുടെ എണ്ണം 5. ഇനിയും തൊട്ടു മുകളിലത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? 18ാം ലോക്സഭ പഠിച്ചു വെച്ചു അല്ലേ? അപ്പൊ നമുക്ക് 2 മലയാളികളാണുള്ളത്. ഒന്ന് സുരേഷ് ഗോപിയും ഒന്ന് മറ്റേ ആരാണ്? ജോർജ് കുര്യനും. ഇവിടെ 71ാമത് സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ്? ജോർജ് കുര്യനാണ്. 71ാമത് സത്യപ്രതിജ്ഞ ചെയ്തത്. വനിതാ മന്ത്രിമാർ എത്രയുണ്ടെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 7 വനിതാ പ്രതിനിധികൾ എന്ന് പറയുന്നത് അല്ലേ? ഇനിയും അടുത്തത് എന്താണ്? ക്യാബിനറ്റ് മന്ത്രിമാർ. എത്ര ക്യാബിനറ്റ് മന്ത്രിമാരാണ് ഉള്ളത്? 30 ക്യാബിനറ്റ് മന്ത്രിമാരാണുള്ളത്. 30 ക്യാബിനറ്റ് മന്ത്രിമാരാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കൂ, മന്ത്രിസഭയിൽ 30 ക്യാബിനറ്റ് മന്ത്രിമാരുണ്ട്. വനിതാ മന്ത്രിമാരെന്ന് പറയുന്നത് 7 18ാം മന്ത്രിസഭയിൽ വനിതാ മന്ത്രിമാരുടെ എണ്ണം 7. 18ാം ലോക്സഭയിൽ 71ാമതായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് സുരേഷ് ഗോപി അല്ല, ജോർജ് കുര്യനാണ്. 3ാം മന്ത്രിസഭയിലെ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാര് 5. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ചുവടെ തന്നിരിക്കുന്നതിൽ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ പങ്കെടുക്കാതെ മന്ത്രിയായവരെ തിരഞ്ഞെടുക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ.
നോക്കിക്കോളൂ, നിർമ്മലാ സീതാരാമൻ ഉണ്ട്, എസ് ജയശങ്കർ ഉണ്ട്, ജോർജ് കുര്യനുണ്ട്, അശ്വിനി വൈഷ്ണവ് ഉണ്ട്, ധർമ്മേന്ദ്ര പ്രതാപ് ഉണ്ട്. ഇതിൽ എല്ലാവരും തന്നെ ഉണ്ടോ? 1, 2, 3, 4. നോക്കൂ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടോ? എല്ലാവരും ഉണ്ടോ? 5 ഒഴിച്ച്, അതായത് ധർമ്മേന്ദ്ര പ്രധാൻ ഒഴിച്ച്, നിർമ്മലാ സീതാരാമൻ, എസ് ജയശങ്കർ, ജോർജ് കുര്യൻ, അശ്വിനി വൈഷ്ണവ് ഇവരൊക്കെ എന്താണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. പക്ഷെ പിന്നീട് മന്ത്രിയായി. ഇനി 6 മാസത്തിനുള്ളിൽ അവരവരുടെ മന്ത്രിസ്ഥാനത്തിലേക്ക് എത്തപ്പെട്ടാൽ മതി അല്ലേ? അപ്പൊ നോക്കിക്കോളൂ, ആരൊക്കെയാണ്? നിർമ്മലാ സീതാരാമൻ, എസ് ജയശങ്കർ, ജോർജ് കുര്യൻ, അശ്വിനി വൈഷ്ണവ് അല്ലേ? അപ്പൊ ഇത്രയും പേരാണ് അവിടെ എത്തിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, 18ാം ലോക്സഭയിലെ വനിതാ ശിശു വികസന സഹമന്ത്രി. ക്വസ്റ്റ്യൻ കൺഫ്യൂഷനൊന്നുമില്ല, പക്ഷെ തെറ്റിക്കും നിങ്ങൾ. കമൻസ് പോരട്ടെ, നിങ്ങൾ തെറ്റിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അല്ലേ? എന്താണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്? വനിതാ ശിശു വികസന സഹമന്ത്രി എന്നുള്ളതാണ് അല്ലേ? അപ്പം സഹമന്ത്രി എന്നുള്ളത് സാവിത്രി ഠാക്കൂർ ആണ്. നമ്മൾ അന്നപൂർണ ദേവി എന്നുള്ള ഓപ്ഷനിലേക്കാണ് മിക്കവരും. സ്മൃതി ഇറാനി മാറുമ്പം അന്നപൂർണ ദേവിയിൽ നിന്നുള്ള ഒരു ഓപ്ഷനിലേക്കാണ് എത്തുന്നത്. ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്യുക, എന്താണ്? സാവിത്രി ഠാക്കൂർ ആണ് ഇവിടെ വനിതാ ശിശു വികസന സഹമന്ത്രിയാണത്. ഓക്കെ, സഹമന്ത്രിയാണ്. ഓക്കെ, ഇനിയും അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ സുരേഷ് ഗോപി കൈകാര്യം ചെയ്ത വകുപ്പ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? തുറമുഖം, ഷിപ്പിംഗ്, ജലഗതാഗതം, പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം. ഏതാണ്? നമുക്കറിയാം, ടൂറിസം മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹം. അതിനോടൊപ്പം തന്നെ പെട്രോള് അല്ലേ? ഇനി നമ്മളെപ്പോഴും കേരളത്തിൽ BJP എപ്പോഴും ഭരിക്കുമ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട് അവിടെ കേന്ദ്രത്തിൻ്റെ വില നിർണ്ണയം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഓർത്താൽ മതി, ഗ്യാസ്, പെട്രോള്, പിന്നെന്താണ്? ടൂറിസം. ഗ്യാസിനും പെട്രോളും ടൂറിസവുമാണ് അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ എന്ന് പറയുന്നത്. പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം അല്ലേ? ഇനിയും ലിസ്റ്റ് മന്ത്രിമാർ, ഒരു ലിസ്റ്റിൽ വകുപ്പുകളുമാണ്. ചേരുമ്പഴി ചേർക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നരേന്ദ്രമോദി, അദ്ദേഹത്തിന്റെ വകുപ്പ് ഏതാണ്? നിതിൻ ഗഡ്കരി ഏതാണ്? എസ് ജയശങ്കർ ഏത് വകുപ്പാണ്? പീയൂഷ് ഗോയൽ ഏത് വകുപ്പാണ്? അന്നപൂർണ ദേവി. നമുക്കിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പഠിച്ചത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ കണ്ടു, അന്നപൂർണ ദേവി വനിതാ ശിശു വികസനമാണ്, നമുക്കറിയാം. ഇനി നോക്കിക്കേ, നരേന്ദ്രമോദി നേരത്തെ കൈകാര്യം ചെയ്ത വകുപ്പുകൾ തന്നെ വരുന്നുണ്ട്. ആണവോർജം, ബഹിരാകാശം തുടങ്ങിയ വകുപ്പുകൾ തന്നെ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ കയ്യിൽ വരുന്നുണ്ട്. നിതിൻ ഗഡ്കരിയും എന്താണ്? റോഡ് ഗതാഗതം, ഹൈവേ തന്നെയാണ് വരുന്നത്. നിതിൻ ഗഡ്കരി റോഡ് ഗതാഗതം. അടുത്തത് എസ് ജയശങ്കർ ആണ്. എസ് ജയശങ്കർ നേരത്തെ കൈകാര്യം ചെയ്ത വകുപ്പ് തന്നെയാണ്, വിദേശമാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ വരുന്നത്. അടുത്തത് പീയൂഷ് ഗോയൽ, വാണിജ്യവും വ്യവസായവുമാണ് വരുന്നത്. പീയൂഷ് ഗോയൽ എന്താണ്? വാണിജ്യം, വ്യവസായം. പീയൂഷ് ഗോയൽ വാണിജ്യം, വ്യവസായം. അപ്പോൾ നോക്കി വെക്കുക, പ്രധാനപ്പെട്ട വകുപ്പുകൾ, പ്രധാനപ്പെട്ട മന്ത്രിമാരുടെ വകുപ്പുകൾ പഠിക്കാതെ പോകരുത്. ഓക്കെ, ദെൻ അടുത്ത അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണോ ശരി എന്നുള്ളത് നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെന്റ് A5, B3, C2, D1, E4 ആണ്. അടുത്ത ന്യൂനപക്ഷം, ഫിഷറീസ്, മൃഗപരിപാലനം, ക്ഷീരോത്പാദനം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരെന്നാണ് ചോദിച്ചേക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള മന്ത്രി തന്നെയാണ്. ജോർജ് കുര്യന്റെ വകുപ്പുകൾ എന്തൊക്കെയാണ്? ന്യൂനപക്ഷമുണ്ട്. ഓക്കെ, കാരണം അദ്ദേഹം ഒരു ന്യൂനപക്ഷം, ആ മന്ത്രിസഭയിലെ ഒരു ന്യൂനപക്ഷ പ്രതിനിധി തന്നെയാണ് ശരിക്കും വരുന്നത്. അടുത്തത് ഫിഷറീസ് അദ്ദേഹം വരുന്നുണ്ട്. മൃഗപരിപാലനം, ക്ഷീരോത്പാദനം. ഫിഷറീസ്, മൃഗപരിപാലനം, ക്ഷീരോത്പാദനം ഈ വകുപ്പുകളാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത്. ജോർജ് കുര്യൻ, സാധാരണ നമ്മൾ വർഗീസ് കുര്യൻ എന്നുള്ള പേരൊക്കെ പറയുമ്പം അല്ലേ, ധവള വിപ്ലവം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ജോർജ് കുര്യൻ പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി മോദി മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി എന്ന് പറയുന്നത് കെ റാം മോഹൻ നായിഡു ആണ്. ഈ കെ റാം മോഹൻ കേന്ദ്രമന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായ കെ റാം മോഹൻ നായിഡു റെപ്രസെന്റ് ചെയ്യുന്നത് ശ്രീകാക്കുളം ലോക്സഭാ മണ്ഡലമാണ്. ശ്രീകാക്കുളം ലോക്സഭാ മണ്ഡലമാണ് കേട്ടോ, ലോക്സഭാ മണ്ഡലമാണ്.
മണ്ഡലം. ഇനിയുള്ള പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാൻ പറ്റും. കാരണം നമുക്ക് മന്ത്രിസഭ ഇപ്പോൾ മാറിയതാണ്, ഇലക്ഷൻ നടന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മാക്സിമം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. നമ്മൾ ആ സമയത്തേക്കുള്ള കറണ്ട് അഫയേഴ്സ്, ഡെയിലി കറണ്ട് അഫയേഴ്സ് എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നുണ്ട്. അതിലൊക്കെ ഈ വാർത്തകൾ വന്നതാണ് കേട്ടോ. ഇനിയും മുൻ പ്രധാനമന്ത്രി ദേവഗൌഡയുടെ മകനും കർണാടക മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന നിലവിലെ ലോക്സഭയിൽ ഖനവ്യവസായം, ഉരുക്ക്, ഏതൊക്കെയാണ് ഖനവ്യവസായം, ഉരുക്ക് എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന JDSന്റെ നേതാവിൻ്റെ പേര്. അപ്പോൾ ആ നേതാവിൻ്റെ പേര് കുറച്ച് ഇതിൽ കൊടുത്തിരിക്കുന്നതാണ്. HD കുമാരസ്വാമി. നമുക്കറിയാം ദേവഗൌഡയുടെ മകനാണ്, കർണാടകയുടെ മുൻ മുഖ്യമന്ത്രിയുമായ നിലവിലെ ലോക്സഭയിൽ അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ എന്ന് പറയുന്നത് ഖനവ്യവസായം, ഉരുക്ക് എന്നീ വകുപ്പുകളാണ്. മൈനിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വകുപ്പുകളാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത് അല്ലേ. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ MP ആയ വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസം ഇദ്ദേഹം പ്രോടൈം സ്പീക്കറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഒരുപാട് പേര് സ്റ്റാറ്റസൊക്കെ ഇട്ട ഒരു വാർത്തയാണ് പ്രോടൈം സ്പീക്കർ. എന്താണ് പ്രോടൈം സ്പീക്കർ? ആ ഒരു സഭയിലെ ഏറ്റവും പ്രായം കൂടി അല്ലെങ്കിൽ ഏറ്റവും തവണകളിൽ വരുന്ന ഒരാളെയാണ് പ്രോടൈം സ്പീക്കറായിട്ട് എടുക്കുന്നത്. അപ്പോൾ പ്രോടൈം സ്പീക്കർ ആരാണ്? കൊടിക്കുന്നിൽ സുരേഷാണ് പ്രോടൈം സ്പീക്കറായിട്ട് വരുന്നത്. മൂന്നാം മോദി മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അതിഥിയായി എത്തിയ മാലദ്വീപ് പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. മാലദ്വീപിന്റെ പ്രസിഡന്റ് അപ്പോൾ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായല്ലോ. ആരാണ്? എല്ലാം ഒരേ പേര് പോലൊക്കെ തന്നെയുണ്ട്. പേരെന്ന് പറയുന്നത് മുഹമ്മദ് മുയൂസ് ആണ്. മാലദ്വീപിന്റെ പ്രസിഡന്റ് ആണ്. നമുക്ക് അന്ന് എന്തെത്തിയത്? സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അന്ന് അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അതിഥിയായിട്ടെത്തിയത് ആരാണ് എന്നൊരു ചോദ്യം ചോദിക്കാം. ഇതേപോലെ നിരവധി ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നിരവധി ചോദ്യങ്ങൾ, ഇന്ന് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഇതേ പാറ്റേണിലുള്ള മാക്സിമം പോയിന്റ്സ് നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായി തന്നെ ആൻസർ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ നിങ്ങളുടെ പഠനം അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. നല്ല ഉഷാറായി പഠിക്കുക എല്ലാവരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ പറയുന്ന കറണ്ട് അഫയേഴ്സുകളൊക്കെ എന്തായാലും സഹകരണ ബാങ്ക് എക്സാംസിൻ്റെ ഒരു ഷുവർ ഷോട്ട് ചോദ്യമാണ് ഈ പറയുന്ന പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക, നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ ജൂലൈ 2 വരെ പുതിയ അപേക്ഷ ക്ഷണിക്കുകയാണ്. നമ്മുടെ CSEBയുടെ പുതിയ നോട്ടിഫിക്കേഷനാണ്. കാറ്റഗറി നമ്പർ 3/2024 ആണ്. കാറ്റഗറി നമ്പർ 3/2024 എന്നുവരെയാണ്. ജൂലൈ 2 വരെയാണ്. CSEB എക്സാംസിലെ 1ാം റാങ്കിന് തിളക്കവുമായിട്ടാണ് CC നിങ്ങളോടൊപ്പം ഉള്ളത്. തീർച്ചയായിട്ടും ഇതേപോലെ തന്നെ നിങ്ങൾ പലരും പഠിക്കുമ്പോൾ നിങ്ങളുടെ കോർ ഏരിയ പഠിക്കും, നിങ്ങളുടെ സബ്ജക്റ്റുകൾ പഠിക്കും. പക്ഷേ കറണ്ട് അഫയേഴ്സ്, കണക്ക്, ഇംഗ്ലീഷ് തുടങ്ങിയ സബ്ജക്റ്റുകൾക്ക് ലെസ് പ്രയോറിറ്റിയാണ് കൊടുക്കുന്നത്. ആ ലെസ് പ്രയോറിറ്റിയാണ് നിങ്ങളുടെ റാങ്ക് നിർണ്ണയത്തിലെ ഏറ്റവും വലിയ ഒരു അപാകതയായിട്ട് മാറുന്നത്. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, റാങ്ക് കിട്ടണോ, നിങ്ങളുടെ സഹകരണ ബാങ്കിന് പ്രിപ്പയർ ചെയ്യുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും ശ്രദ്ധിക്കേണ്ടത് കൃത്യമായി കണക്ക് പഠിക്കുക, GK പഠിക്കുക, അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് പഠിക്കുക. ബാക്കിയുള്ള നിങ്ങളുടെ കോർ സബ്ജക്റ്റിനും കൃത്യമായ പരിഗണന നൽകി CCയുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. പുതിയ ബാച്ചാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ, ലൈവ് ക്ലാസ്സുകളിലൂടെ, മെൻറ്ററിൻ്റെ സപ്പോർട്ടോടുകൂടി നിങ്ങളുടെ റാങ്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഞങ്ങളുണ്ട് നിങ്ങളോടൊപ്പം. പുതിയ വീഡിയോസുമായിട്ട് ഇനിയും വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.